അല്ല സെറ്റ് ടൂർ പത്മനാളിന്റെ പിന്നെ സൺഫ്ലോ നമ്മളെ ആഗ്രയിൽ എത്തിപ്പോ ആഗ്രയിൽ നമ്മള് ഫ്രഷപ്പിന് വന്നാണ്. ഇതാണ് നമ്മള് ഫ്രഷപ്പിന് കൊടുക്കുന്ന റൂംസ്. ഇപ്പൊ നമ്മളെ റൂമാണ്. ജസ്റ്റ് ഇവിടുന്ന് ഇപ്പൊ സമയം 11:45. നമ്മൾ ഏകദേശം 9:35 എത്തി. 10 മണിക്ക് വണ്ടി വന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മളെല്ലാരും കൂടി കൊണ്ടുവന്നു. ഫ്രഷപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നേരെ ഇവിടുന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടും കാണാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ കാഴ്ചകളും കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്തുള്ള തിരക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ടുവരിട്ടോ. ഇന്ന് ഏപ്രിൽ 10-ാം തീയതി കേട്ടോ. സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. ആഗ്രയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ. ആഗ്ര ക്യാൻഡാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ എ സിയിലൊക്കെ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ചൂടും ഒരു വിങ്ങലും ഉണ്ടാവും. ഓൾറെഡി ഇവിടെ ഉള്ള ക്ലൈമറ്റ് ഇപ്പോൾ നിലവിൽ ചൂട് നല്ല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ വരുന്ന ആളുകളൊക്കെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ട്രാവൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിലായിട്ട് ഇട്ടെടുത്തിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ലഗേജുകൾ കുറക്കുക എന്നുള്ളത്. അത് പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള ബ്ലോക്കുകളിലൂടെ നമ്മൾ എത്ര ഇനി വലിയ ഫസ്റ്റ് എ സി എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് എൻ്റർ ചെയ്യേണ്ടതും എക്സിറ്റ് ചെയ്യേണ്ടതും. ആ സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ലഗേജുകൾ ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ആഗ്രയിലെത്തി. നമ്മളെ വണ്ടികള് ഇതാണ്. വണ്ടി ഇതാണ്. നമ്മളെ ആൾക്കാരുണ്ട്. അത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞില്ല, എ സി ഇടും. അപ്പൊ നമ്മള് ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്, അതായത് ഓൾറെഡി നമ്മളെ അവർ പാക്കേജ് ബുക്ക് ചെയ്യുന്ന സമയത്തിന് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ടും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ആഗ്രയിൽ എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളെ കാണുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് നമ്മൾ നേരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവാം. നമ്മൾ എല്ലാം റെഡിയായി. നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ബാഗ്, ഷൂസ് അങ്ങനെ ഉണ്ട്, മഞ്ഞ ഷൂസ്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് പോണവരൊക്കെ ഭക്ഷണം കഴിക്കണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ താജ്മഹലിലേക്ക് പോകണം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഓക്കെ, പോവാ പോവാ പോവാ. എന്റെ പേരെന്താ? ഷാദിന്. പോവാ പോവാ. ഓലൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോവാണ്. ഓക്കെ, അപ്പൊ പോവല്ലേ? സെറ്റല്ല? ഓക്കെ അല്ലേ? പോവാ. വെള്ളം നല്ലോണം കുടിക്കുക. നേരെ താജ്മഹലിലേക്ക് പോവാണ്. ഓക്കെ, നമ്മളെ ചെക്കന്മാരോട് ഉണ്ട് അവിടെ. സെറ്റല്ലേ? ഒരു വീഡിയോ ചിരിക്കോ അവിടെ. മല്ലിക്കെട്ട പാടില്ല. ഓയ് ഓയ്. പുതിയ കണ്ണാട് സോഫ്റ്റില് കണ്ണാട ദുബായിക്ക് പോയിക്കാ നിങ്ങള്? ഇപ്പൊ എങ്ങട്ടാ നമ്മള് പോണേ? ഇപ്പൊ എങ്ങട്ടാ പോണ അറിയോ? താജ്മഹൽ പറയാ. സെറ്റല്ലേ? ഫുൾ സെറ്റ്. നമ്മൾ നേരെ നീ മറന്നു. എന്റെ പേരെന്തേലും? ഫാത്തിമ. ഇവിടെ കയറിക്കോളി.
അവിടെ പോയി ബഗ്ഗി വണ്ടിയിൽ നേരെ നമ്മളിനി താജ്മഹലിലേക്ക് അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ബഗ്ഗി വണ്ടിയിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇനി നമ്മൾ നേരെ കൗണ്ടറിലേക്ക് നടക്കണം, ടിക്കറ്റ് കൗണ്ടറിലേക്ക്. അപ്പോൾ ഭയങ്കര വലിയ ക്രൗഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഓരോരുത്തർ വേഷങ്ങളുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ സംസ്കാരം ഇവിടെ വരുന്ന സമയത്ത് കാണാൻ പറ്റും. നമുക്ക് എത്ര കാലത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും നല്ല രസമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല ദേശങ്ങൾക്കപ്പുറത്തേക്ക് ഭാഷകൾക്കപ്പുറത്തേക്കുള്ള മനുഷ്യനൊരൊറ്റ ഒരു ഹാർമണിയിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ. പക്ഷേ ഞാൻ പറയാൻ സുഖമാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ഹാർമണി സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടെ ക്യൂവിലെത്തുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റുകൾ ഓൺലൈനായിട്ടുള്ള ടിക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക. കാരണം ഭയങ്കര തിരക്കാണ്. പിന്നെ അതുപോലെ നമ്മളെ ഒട്ടും ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നമ്മൾ നേരെ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറി. ഓക്കെ, അതായത് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ വരുന്ന സമയത്ത് താജ്മഹലിൻ്റെ ആദ്യകാലം മുതലുള്ള ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം. അതൊക്കെ കണ്ടതിന് ശേഷം നേരെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും, അന്നും ഇന്നുള്ള മാറ്റങ്ങൾ. ഇത് നമ്മളെ ഫൈസൽ ഖാൻ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഷൗക്കത്ത് അലി ആൻഡ് അൻഷി ഫാമിലി ഉണ്ട്. പിന്നെ ബാക്കിൽ ഒരു കപ്പിൾസ് ഉണ്ട്, പിന്നെയും ഒരുപാട് ഫാമിലികളുണ്ട്. ടോട്ടൽ നമ്മൾ 27 ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഓരോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മളിന്ന് ഫോട്ടോ എടുക്കും. ഓക്കെ, ഞാൻ മഞ്ഞ ഷൂസും ഓറഞ്ച് ടീഷർട്ടൊക്കെ ഇട്ടാണ് ഞാനും പോലെ കൂടുണ്ട്. ഈ വടിയൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കണ്. ഓക്കെ, വയസ്സായിട്ട് മാത്രം ക്രിക്കറ്റ് 1 2 3 സ്റ്റാർട്ട് ചിരിക്കൂ. ഇഞ്ചി ഇഞ്ചി നോക്കിക്കോ, ചിരിച്ച റെഡി 1 2 3 വയറുള്ളിൽ കുടിച്ചോളി. റെഡി 1 2 3 ചിരിക്കൂ. റെഡി 1 2 3 സ്റ്റാർട്ട് ചിരിക്കോ. ആ കയ്യൊന്ന് ഷോൾഡർ ചെയ്യിപ്പാ. ചേച്ചിമാരെന്ത് ബാക്കിലുണ്ട്. റെഡി, ഇതിന് മുന്നിൽ കൂടെ ഫോട്ടോ എടുക്കണേ. റെഡി റെഡി ശരിക്കോ ശരിക്കോ. നല്ല ചൂടാണ് സുഹൃത്തുക്കളെ, എങ്ങനെ ഫോട്ടോ എടുക്കും. ഭയങ്കര ചൂടാണ്. കുറച്ചും കണ്ട് ഇതൊറ്റ ഫാമിലി അല്ലേ. കുറച്ചും കണ്ട് റെഡി റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്തിരിക്കോ. ഇഞ്ചി തൊപ്പി അവൻ്റെ റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി ചിരിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി ചിരിക്കോ. ഈ മക്കൾക്ക് മറിക്കും. റെഡി 1 2 3 ചിരിക്കോ. പല്ല് പുറത്ത് ഇഞ്ചി. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നേരെ വരും കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസല്ല ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും താജ്മഹലിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത്. ഇതുണ്ടാവും ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഫോട്ടോസൊക്കെ ഈ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേറൊരു എഫക്റ്റാണ്. ഈ ഒരു ആർച്ച് കണ്ടോ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിലൊരു വൈറ്റ് ഇങ്ങനെ കാണണ്ടോ, അത് ശരിക്കും നമ്മളവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഫോൺ എടുക്കുമ്പോൾ കേട്ടോ നേരിട്ട് നമുക്ക് ജസ്റ്റ് സ്ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. എന്താ നമ്മൾ കാണാൻ പോണത്, അർജമന്തു ബാനു ബീഗത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇന്ന് ലോകാത്ഭുതങ്ങളിലെ 7ാമത്തെ അത്ഭുതമായിട്ടുള്ള താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളീ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ ക്യാമറ പിടിച്ച് പോയി കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു വൈറ്റാണ് കാണാം. ജസ്റ്റ് അവിടെ നിന്ന്
സ്ക്രീനിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് താജ്മഹലിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ആളുകളുടെ രണ്ടാമത്തെ ഒരു ഫോട്ടോ സെഷനിലേക്ക് കിടക്കണം. അതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും താജ്മഹൽ വരുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിട്ട് താജ്മഹൽ കിട്ടുന്ന രൂപത്തിൽ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കാൻ അറിയുന്ന ആളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് എടുക്കാൻ പറ്റും. നമ്മളെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ തന്നെയാണ് എടുക്കാറുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെയുള്ള പുറത്തുള്ള ആളുകളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവർ ക്യാമറ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഫോട്ടോ എടുത്തിരും. പക്ഷേ ആ ഫോട്ടോസ് ഫുള്ള് മുഖത്ത് പുട്ടിയിട്ട പോലെ ആയിരിക്കും. അത് നല്ല ക്യാമറാമാനും അതേപോലെ തന്നെ നല്ല ക്യാമറകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ. അവരിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അടിപൊളിയായിട്ട് ഫോട്ടോസും എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചൂടുണ്ടോ, കൊട, കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസ്, പിന്നെ ക്രീം, അത് ഇതൊക്കെ എടുത്ത് വന്നോണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത് ഇതിനെ? താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. താജ്മഹൽ എങ്ങനെ അടിപൊളി, കൊണ്ടോണോ? താജ്മഹൽ കൊണ്ടോണോ വീട്ടിക്ക്? 10 രൂപ കിട്ടും. സത്യമായിട്ട് ഇപ്പൊ കുറഞ്ഞോ? രണ്ടു വാക്ക് സംസാരിക്കൂ. താജ്മഹലിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. താജ്മഹലിന്റെ ആ ഭംഗിയും സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിൽ എത്താൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, കാണേണ്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. അല്ല, ടൂറിന്റെ കൂട്ടത്തിൽ അങ്ങനെ നമുക്ക് സംസാരിച്ച് പോവാം. സെറ്റല്ലേ? സംഭവം നല്ല ചൂടാണ്, എല്ലാരും നല്ലോണം ടയർഡ് ആയിക്കണേ. നമ്മളെ കൂടെ ബാക്കിയുള്ള ടീമൊക്കെ വരുന്നേ. പ്രൊമോഷനിൽ വന്നോളേ. സെറ്റല്ലേ? വരുന്ന സമയത്തേ ടിക്കറ്റുകൾ ഓൺലൈൻ എടുത്ത് വരാം. ഓൺലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് താജ്മഹലിന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ താജ്മഹൽ ടിക്കറ്റിങ് കാണാൻ പറ്റും. ക്വിക്ക് ടിക്കറ്റിങ്. അതിൽ 40 രൂപ എടുത്ത് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്മൾ ആധാർ കാർഡും വെച്ചിട്ട് മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. UPI ID വെച്ചിട്ട്. മറ്റേ ഓഫ്ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാവും. ഓക്കെ, താജ്മഹലിന്റെ ഈ കവാടുണ്ടോ, ഇതിനുണ്ടോ, അതിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിട്ട് പോവാണ്. അതിനുള്ളിൽ കയറണമെങ്കിൽ 200 രൂപയാണ് ടിക്കറ്റ്. താജ്മഹൽ മൗസോളിയം. ആ ടിക്കറ്റ് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. കണ്ടോ? ഓക്കെ, ഉള്ള കയറട്ടോ. ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. 15 വയസ്സിന്റെ താഴെ കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ലട്ടോ. 15ന്റെ മുകളിലാണ്. പിന്നെ നമ്മളെ കാൽമടാനുള്ള കവർ നമുക്ക് ഇവിടുന്ന് ഫ്രീ കിട്ടും. ഇതുണ്ടോ? ഇതിനുള്ളിലേക്കാണ് കയറുന്നത്. കൂടെ ഒരാൾക്ക് ചെറിയൊരു ക്ഷീണം വന്നപ്പോ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് താജ്മഹൽ കണ്ടു കഴിഞ്ഞു. നമ്മളെ കൂടെ വന്ന എന്താ അവസ്ഥ? സെറ്റല്ലേ? സെറ്റ്. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു താജ്മഹൽ? എങ്ങനെ ഉണ്ടായിരുന്നു? ചൂടിന് കുറച്ചുണ്ടോ? സ്വല്പം ചൂടുണ്ട്, നല്ല വെയിലിന്റെ ചൂട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഉള്ളിലേക്ക് കടന്നാലും നല്ല തണുപ്പ്. സെറ്റല്ലേ? അവിടെ പോയിയോ? ഇത്ര നാള് ഫോണിൽ കണ്ട സാധനം ഇപ്പൊ ഫൈനലി നേരിട്ട് കണ്ടു. അടിപൊളിയായിരുന്നു. റീല് വരാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യാൻ. അതെന്താ പൈസ? താജ്മഹൽ പൈസ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒടുക്കത്തെ ചൂട് അതുകൊണ്ട് കുഴങ്ങിക്കണു. രണ്ടാം വട്ടം സെക്കൻഡ് ടൈംസ് തോന്നുകണാകെ. എന്താ പാടി? ചൂടുണ്ടോ? തുടങ്ങിയോ? കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി. ഇനി നേരെ തിരിച്ച് നമ്മള് ആഗ്ര ഫോർട്ട് പോയിട്ട് നേരെ ഡൽഹിയിലേക്ക് പോകും. അപ്പൊ നമ്മൾ നല്ലോണം ടയർഡാണ്. അപ്പോ തൽക്കാലം പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മള് ആഗ്ര ഫോർട്ടിന്റെ പാർക്കിങ്ങിലെത്തി. ഇനി ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, തുടങ്ങിയോ? പോവാ പോലെ പോവാ. വെരി വെരി വെരി. അപ്പൊ നമ്മള് ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തോ, ഇവിടെ ഒരു ഫുഡും കിട്ടൂല വൃത്തിയുള്ളത് ആഗ്രയില്. അപ്പൊ നമ്മളെ ഫുഡ്, ഫ്രൂട്ട്സ്, സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുക. കാരണം നമ്മളിവിടെ ടയർഡാവും.
ഓക്കെ. പിന്നെ നമ്മൾ റിട്ടേൺ പോകുമ്പോഴാണ് നല്ലൊരു കടയിൽ എത്തുക കേട്ടോ. അത് നമ്മള് ഡൽഹിക്ക് പോകുമ്പോ എല്ലാ സമയത്തൊന്നും ഭക്ഷണം പ്രോപ്പർ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എത്തുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കൗണ്ടർ ഉണ്ട്, ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ വല്ല ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. ആ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ലഗേജുകൾ വെക്കാം. ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്തുണ്ട്. ഓക്കെ. ഇനി അതല്ല, അതിലൊക്കെ ബെറ്റർ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് വരികയാണ്. ഇതാണ് ആഗ്ര ഫോർട്ട്. ഓക്കെ. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഫോട്ടോസ് എടുക്കുന്നതാണ്. ചൂട് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ താജ്മഹലിന് ആഗ്ര ഫോർട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ അല്ലെങ്കിൽ എപ്പിക് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതാ സിനിമ, നമ്മളെ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു തെങ്ങമ്മ ചുറ്റിയാണ്ട് ഉള്ളിൽ കയറണ, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതാണ്. കോട്ട കണ്ടോ, ഈ ലെഫ്റ്റിൽ കണ്ടോ, ഇത്തരത്തിലുള്ള കോട്ടകളുടെ ഈ ഒരു സാധനം, അതായത് ഫുള്ള് കിടങ്ങുകളായിരിക്കും. കിടങ്ങ് തന്നെ അതിന് പറയാം. പണ്ടത്തെ കാലത്ത് ഡിഫെൻസിങ് മെക്കാനിസം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് നേരെ ഇനി ഉള്ളിലേക്ക് കയറാണ്. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. അത് പണ്ട് കാലങ്ങളിൽ അതിങ്ങനെ അടയ്ക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ ഗേറ്റുള്ള സ്ഥലം കണ്ടോ, കല്ല് വെച്ച് അത് ശരിക്കും അടക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് അത് പക്ക അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വാർത്ത പോലത്തെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാം കേട്ടോ. നേരെ ഉള്ളിൽ കയറാണ്. പോട്ടെ പോട്ടെ ശരിക്കോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും പോയാണ്ട് ഓയ്. അപ്പൊ നമ്മള് കഴിഞ്ഞോ. അപ്പൊ നമ്മള് ജഹാംഗീറിന്റെ ബാത്ത് ടബാണിത്. ഈ പൈസ കെട്ടിക്കണെന്ന് മൂപ്പര് കുഴിച്ചിനെ സ്ഥലമാണെന്നാ പറയപ്പെട്ടു. അപ്പൊ സംഭവം ഇവിടെയൊക്കെ ചൂടുണ്ട് കേട്ടോ. എല്ലാം ടയർഡായിക്കണേ. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ എത്തിപ്പാളി നോക്കുന്നുണ്ട്. എന്താലേ ഓരോ കഥകള് നിങ്ങൾ കേട്ട് മടുത്തിട്ടില്ലല്ലോ. ഇനിയും പറഞ്ഞാണ്ട് എന്താണ് നമ്മളിങ്ങനെ ഉള്ളിലൂടെ അങ്ങനെ വിസിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആഗ്ര ഫോർട്ടിന്ന് താജ്മഹലിന്റെ വ്യൂ കണ്ടിരുന്നു. നിങ്ങള് ഇവിടെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും കേട്ടോ. കിട്ടിലും വ്യൂ നോക്കി. ആ മിഡിലുള്ളത് യമുന ഉണ്ടോ, യമുന നദിയാണ്. ഓക്കെ. താജ്മഹൽ ഇവിടെ വരുന്ന സമയത്ത് ഓരോ സംഭവങ്ങളും വ്യക്തമായിട്ട് വൃത്തിയോടുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. കാസ്മഹല്, അതുപോലെ തന്നെ ജയില്, രോഷ്നാര സംഭവങ്ങളൊക്കെ. ഓക്കെ. നമ്മളൊക്കെ ഓരോന്നിങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കട്ടാവണതേ, വീഡിയോസും ഫോട്ടോസും എടുക്കാൻ എടുക്കും ഫോൺ ഓഫാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ വ്ലോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് കാസ്മഹലിന്റെ അകത്തെത്തിട്ട്, അതാണ് കാസ്മഹൽ. കാസ്മഹൽ പറഞ്ഞു കഴിഞ്ഞാല് പ്രൈവറ്റ് റെസിഡൻസ് ആണ്. ചക്രവർത്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്കുള്ള സ്ഥലമായിരുന്നു ഇത്. ഇനി അപ്പുറത്ത് വേറെ സാധനം ഉണ്ട്, ജനസമ്പർക്കം, അതായത് ജനങ്ങളോട് സമ്പർക്കം പുലർത്താനുള്ള ഏരിയ. അതിന്റെ പേരെന്താണ് അവിടെ എത്തുമ്പോൾ പറഞ്ഞത് കേട്ടോ. അതേപോലെ തന്നെ ആഗ്ര ഫോർട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് ഇവിടെയുള്ള ജയിലുണ്ട്. ഇത് ജയിലുകളാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിനുള്ളിൽ പള്ളിയുണ്ട്. നമ്മൾ ഈ ഒരു നിൽക്കുന്ന ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ പള്ളിയുണ്ട്. ജസ്റ്റ് അതിന്റെ ഒക്കെ ഒരു വിഷ്വൽസ് ഇങ്ങനെ കാണിച്ചു പോട്ടോ. ഇത് ജഹനാര. ജഹനാര ആരാണ്? ജഹനാരയും രോഷ്നാരയും. അപ്പുറത്തെ രോഷ്നാര നമ്മൾ കണ്ടു.
ജഹനാരയും റോസ്നാരയും മുംതാസ് മഹലിന്റെയും അതുപോലെ തന്നെ ഷാജഹാന്റെയും 2 പെൺമക്കളായിരുന്നു. അവരുടെ ഓർമ്മക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കണ്ടത്. പിന്നെ ഇവിടെ ഉള്ളത് മുത്തുമ്മൻ ബുർജാണ്. മുത്തുമ്മൻ ബുർജ് പറഞ്ഞു കഴിഞ്ഞാല് ജരോഗകൾ കൊണ്ടുള്ള ഒരു ഇയാള് ദർശനം നടത്തിയ ഏരിയ ആണ്. ഓക്കെ, അതിന്റെ ഡീപ്പ് ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ച് പോകുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാല് ഇവിടെ ഉള്ളത് മസ്ജിദാണ്. നേരത്തെ പറഞ്ഞല്ലേ, മീനാ മസ്ജിദ്. 1600-കളിൽ ഉണ്ടായിരുന്ന പള്ളിയാട്ടത്. സംഭവം നേക്ക് പള്ളിയാണ്. എന്താ പാട് പാത്തുമാ? അപ്പോ വരി ഇവിടുന്ന് ഇങ്ങനെ സംഭവം കണ്ണിങ്ങനെ പൊളിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. കൊഞ്ഞി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ഡൽഹിക്ക് പോകാൻ. പള്ളിന്റെ ഭംഗി ആൾക്കാരൊക്കെ നോക്കിക്കണം. എന്താ പറയുക, താജ്മഹലാണ് കേട്ടോ. താജ്മഹൽ ഭംഗി സംഭവം നേക്കാട്ടോ. ലൈഫിലൊരു പ്രാവശ്യം നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട സാധനം തന്നെയാണ്. കാരണം അതിൻ്റെ പ്രീ ഹിസ്റ്ററി സാധനങ്ങളൊന്നും അല്ല, അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഉണ്ടല്ലോ, മാർബിൾ കൊണ്ടുള്ള കലാവിരുത്. ഇപ്പോൾ ഞാൻ ആദ്യം ആഗ്ര ഫോർട്ട് കണ്ടിട്ട് പിന്നെ താജ്മഹൽ പോവുകയാണെങ്കിൽ ഞാൻ താജ്മഹലിൽ ഇത് വ്യക്തമായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഷാഹി ഹമ്മാം എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ. ഇത് നമ്മൾ ഡൽഹിയിൽ പോകുന്ന സമയത്ത് റെഡ് ഫോർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1570 ഉണ്ടാക്കിയ സാധനമാണ് ഹമ്മാം പറഞ്ഞു കഴിഞ്ഞാൽ. ഗസുൽ ഖാന വാസ് ഒറിജിനലി ബിൽറ്റ് ബൈ അക്ബർ, റിനോവേറ്റഡ് ബൈ ഷാജഹാൻ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. അക്ബർ ഉണ്ടാക്കി, ഷാജഹാൻ റിനോവേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ബാബർ ഉണ്ടാക്കി, ഹുമയൂൺ അതായത് ബാജിസ, ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാരുടെ ഒരു കലാവിസ്മയം തന്നെ, കലാവിരുതിന്റെ മാസ്മരികത നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, കഴിഞ്ഞ് വന്നാൽ നമുക്കിവിടെ നഗീന മസ്ജിദ് കാണാം. ഇത് പള്ളിയാണ്. ഓക്കെ, പക്ഷെ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിലുള്ള ക്ലോസ് ചെയ്യുന്നു. ശരിക്കും എൻട്രി ഉണ്ടാവലുണ്ട്. അന്നത്തെ കാലത്ത് രാജാവിന്റെ പ്രജകളോട് സംവദിക്കാനുള്ള സ്ഥലമായിരുന്നു ദീവാനെ ആമത്തൊക്കെ. അപ്പോ ഞാൻ അവിടെ ശവകുടീരുണ്ട്, കാണിച്ചതാം. ആമിലേക്ക് ദീവാൻ ഐ ആം വരുന്നതിലേക്ക് നമുക്ക് കാണാൻ പറ്റും. വരുന്ന സമയത്ത് ആ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു ശവകുടീരം. ഇതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ ജോൺ റസൽ കാൽവിൻസ് കേവ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം. ആഗ്രയിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് ആഗ്രയിലൊക്കെ വരുന്ന സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗ്ര എന്നുള്ളത് മുഗൾ രാജാക്കന്മാരുടെ തറവാടായിരുന്നു. അപ്പോൾ നമ്മളിനി ഇന്ന് നമ്മളിവിടെ കാഴ്ചകളിലൂടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നാളെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. ഓക്കെ, ഒരു ലൈക്കൊക്കെ ഇട്ടോളി.